Audio Jungle. നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. തൊടുപുഴയിലെ സ്വകാര്യ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി മാൻകൊമ്പുകളുമായി പിടിയിൽ. വെള്ളിയാമറ്റം കറുകപ്പള്ളി കൊല്ലിയിൽ അജേഷാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഔഷധ അവകാശ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധിജി സ്റ്റഡി സെന്റർ ഡിസംബർ 26 മുതൽ ജനുവരി 4 വരെ തൊടുപുഴയിൽ സംഘടിപ്പിക്കുന്ന കാർഷിക മേളയുടെ നടത്തിപ്പിനായി 501 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സമ്മേളനം മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിവിധ സംഘടനാ ഭാരവാഹികൾ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും നേതാക്കൾ. നൂറുമേനി വിളവെടുക്കുവാൻ തയ്യാറായി കല്ലാനിക്കൽ റെസിഡൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ 3.5 ഏക്കർ തരിശുപാടത്ത് നെൽകൃഷി ഇറക്കി. 6 പേരടങ്ങുന്ന സംഘമാണ് കൃഷിക്ക് പിന്നിൽ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ സ്വകാര്യ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി മാൻകൊമ്പുകളുമായി പിടിയിൽ. വെള്ളിയാമറ്റം കറുകപ്പള്ളി കൊല്ലിയിൽ അജേഷാണ് പോലീസ് പിടിയിലായത്. പെട്രോൾ പമ്പിൽ നിന്നും 18,000-ഓളം രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത്. സംഭവത്തിൽ അജേഷിനെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് ഇയാളെ ഓടിച്ചിട്ട് പിടികൂടിയപ്പോൾ ബാഗിൽ നിന്നും 8 മാൻകൊമ്പുകളും കണ്ടെത്തി. പിടികൂടിയ പ്രതിയെ തൊടുപുഴ പോലീസ് കോടതിയിൽ ഹാജരാക്കി. വന്യമൃഗങ്ങളെ വേട്ടയാടി കൊമ്പുകൾ ശേഖരിച്ചതിന് വനം വകുപ്പും കേസെടുത്തിട്ടുണ്ടെന്ന് തൊടുപുഴ ഡിവൈഎസ്പി KM സാബു മാത്യു പറഞ്ഞു. നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് ഉണ്ടാക്കി മോഷണ കേസ് പിടിക്കാൻ വേണ്ടി പ്രോപ്പർട്ടി കേസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി മാത്രം സ്ക്വാഡ് ഉണ്ടാക്കി അതിന് പ്രവർത്തനം നടക്കുന്ന ഒരു വഴിക്ക്. രണ്ടാമത്തെ വഴിക്ക് പോലീസിൻ്റെ ട്രഡീഷണൽ മെത്തേഡായ നൈറ്റ് പട്രോൾ സിസ്റ്റം ആക്റ്റീവാക്കി വളരെ ശക്തമായ നൈറ്റ് പട്രോൾ സംവിധാനം ഉണ്ടാക്കി. മൂന്നാമതായിട്ട് എക്സ് കൺവിക്റ്റുകൾ, അതായത് നേരത്തെയുള്ള 10 വർഷം മുമ്പ് വരെയുള്ള 10 വർഷത്തിനകത്തുള്ള എല്ലാ പ്രോപ്പർട്ടി ഒഫൻഡേഴ്സിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ എടുത്ത് അവരെ വെരിഫൈ ചെയ്യുന്ന സംവിധാനം അത് ആക്റ്റീവാക്കി. ഇങ്ങനെ ഒരു 3 രീതിയിലുള്ള സംവിധാനം മോഷണം തടയാനും ക്രിമിനൽസിനെ പിടിക്കുന്നതിന് വേണ്ടി സംവിധാനം പോലീസ് ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 ദിവസം മുമ്പ് ഇവിടെ പെട്രോൾ പമ്പിൽ നിന്നും ഒരു ബാഗിൽ 18,000 രൂപ മോഷ്ടിച്ചുകൊണ്ട് ഓടിയ ഒരു സംഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മളതിൻ്റെ പ്രതികളെ ലൊക്കേറ്റ് ചെയ്യും. അതിന് ഇന്നലെ രാത്രി 10-10:30 അവിടെ വീട്ടിലെത്തി അയാളെ അറസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് അയാൾ വീട്ടിൽ നിന്ന് ബാഗുമായിട്ട് പുറത്ത് കൈയോടെ പിടിക്കുകയും ചെയ്തു. ഇടവെട്ടി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് കൂലി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 1, 2 വാർഡുകളിലെ തൊഴിലാളികളാണ് മെമ്പർമാരായ ജയകൃഷ്ണൻ പുതിയടത്ത്, ഗീതാ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. ഇടവെട്ടിച്ചിറയുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട 78ഓളം തൊഴിലാളികൾക്ക് 172 രൂപ വീതം 6 ദിവസത്തെ കൂലിയാണ് കുറവ് വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ BDOയുമായി ചർച്ച നടത്തി. തുടർന്ന് തുക കുറവ് ചെയ്യാനുള്ള നീക്കം പിൻവലിച്ചു. ഇതേ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. നീതി പാലിക്കൂ, നീതി പാലിക്കൂ, മറുപടി പറയൂ അധികാരികളെ. പ്രതിഷേധം, പ്രതിഷേധം. വെട്ടിച്ചറയിലെ ചെടി കോരിയിട്ടും വെട്ടിച്ചറയിലെ ചെടി കോരിയിട്ടും 45 ഇതെന്തുനായം അധികാരികളെ. പ്രതിഷേധം, പ്രതിഷേധം. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? വെട്ടിച്ചറയിലെ ചെടി കോരിയിട്ടും ഞങ്ങൾക്കുള്ളത് 45. കള്ളപ്പരാതിയുടെ പേര് പറഞ്ഞ് ചെളി കോരി ആ സമീപത്തെ റോഡിൽ നിക്ഷേപിക്കുന്നതിന് 494 തൊഴിൽ ദിനങ്ങൾ നമ്മുടെ തൊഴിലുറപ്പ് പ്രവർത്തകരായിട്ട് തൊടുപുഴ BDO മസ്റ്റർ ലിസ്റ്റ് ചെയ്തിരുന്നു. അത് പ്രകാരം ഞങ്ങൾ 4-ാം തീയതി ഇവിടുത്തെ ഏതാണ്ട് 78ഓളം തൊഴിലാളികൾ 1, 3, 5 വാർഡിലെ തൊഴിലാളികൾ ഇടപെട്ടിച്ചെറിയിലെ ചെളി കോരാൻ വേണ്ടി ആരംഭിച്ചു. ഈ മഴ നനഞ്ഞുകൊണ്ട് പാവപ്പെട്ട സഹോദരിമാരും വയസ്സിൽ ചെന്ന ആളുകൾ, വൃദ്ധ ആളുകൾ ഉൾപ്പെടെ
ഈ പ്രവൃത്തിയുമായി വളരെ സഹകരിച്ച് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ NREGയുടെ ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്ത പ്രദേശം വളരെ ഭംഗിയായിട്ട് ചെളി കോരുകയും ചെളി അവിടെ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ റോഡിന് സമീപത്ത് നിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് തൊഴിൽ ചെയ്ത സമയത്തൊക്കെ പഞ്ചായത്തുള്ള മെമ്പർമാർ മിക്കവാറും എല്ലാ മെമ്പർമാരും തന്നെ അതുപോലെ തന്നെ തൊടുപുഴയുടെ BDO അതുപോലെ ഗ്രാമസേവകർ എല്ലാം വന്ന് നോക്കി തൊഴിൽ തൃപ്തികരമെന്ന് പറഞ്ഞതാണ്. അതിനുശേഷം 10-ാം തീയതി പണി ഏതാണ്ട് 472 പ്രവൃത്തി ചെയ്തു. അതിനുശേഷം ഏതോ ഒരു കള്ളപ്പരാതി ഒരു മദ്യപാനി കൊണ്ടുപോയി ഒരു പരാതി തൊടുപുഴയിൽ കൊടുത്തു എന്ന പേരിൽ ഞങ്ങളുടെ ഈ അർഹതപ്പെട്ട 217 രൂപയാണ് നമുക്കറിയാം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. 217 രൂപ. അപ്പോൾ അത് ബ്ലോക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വന്ന് മെഷർമെന്റ് എടുത്ത ശേഷം മാത്രം നിങ്ങൾ ബില്ല് കൊടുത്താൽ മതി, ബില്ല് എഴുതിയാൽ മതി എന്ന് ഇവിടുത്തെ NREG വിഭാഗത്തിലെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു. തൊഴിലുറപ്പ് BDO പറഞ്ഞനുസരിച്ച് അത് പ്രകാരം അവിടെ നടന്നു നോക്കിയപ്പോൾ 45 രൂപ മാത്രമാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. ഇടവെട്ടി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് കൂലി വെട്ടിക്കുറച്ച് തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന് ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഇടവെട്ടിച്ചിറ പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം 3 വാർഡുകളിലെ തൊഴിലാളികൾ പണിയാൻ തയ്യാറായത്. അന്ന് തൊഴിലാളികൾ തന്നെ ഈ ചിറയിൽ പണിയാൻ സാധിക്കുകയില്ല എന്നും പണിതാൽ ആവശ്യത്തിന് അളവ് കിട്ടുകയില്ല എന്നും മഴ മൂലം കോരിയിടുന്ന ചെളി ഒലിച്ചു പോകുമെന്നും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അധികൃതരും ഉദ്യോഗസ്ഥന്മാരും പണിതാൽ മതി, കൂലി കിട്ടുന്ന കാര്യം 1 രൂപ പോലും കുറയാതെ കൂലി നിങ്ങൾക്ക് നൽകിക്കൊള്ളാമെന്ന് തൊഴിലാളികൾക്ക് ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കഷ്ടപ്പെട്ട് 100ഓളം തൊഴിലാളികൾ ഇടവെട്ടിച്ചിറയിൽ പണിതത്. എന്നാൽ കേവലം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പേര് പറഞ്ഞ് പഞ്ചായത്ത് അധികൃതർ ഇന്ന് തൊഴിലാളികൾക്ക് കൂലി നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഔഷധ അവകാശ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ B. ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് പരിഷത്തും അതുപോലെ ആരോഗ്യ മേഖലയിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം ആരോഗ്യം ഒരു മൗലികാവകാശമായി, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്ന് ആവശ്യപ്പെട്ട് ഉള്ള വിവിധ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. പക്ഷേ ഔഷധത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇന്നെടുത്ത് പറയാൻ ചില സാഹചര്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അത് ഇന്ന് മാത്രം ഉണ്ടായില്ല. നേരത്തെ NKS ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 30 വർഷത്തിലേറെയായി, 80കളുടെ ആദ്യം മുതൽ എന്തെങ്കിലും ഒരു കാരണവുമായി ബന്ധപ്പെട്ട് ഔഷധ മേഖലയിലെ അശാസ്ത്രികൾക്കെതിരായിട്ട് മറ്റും നിരന്തരമായി പ്രചരണം പരിഷത്തും അതുപോലെ അഖിലേന്ത്യാ തലത്തിലും നിരവധി സംഘടനകൾ നടത്തി വരികയാണ്. ഞാൻ തന്നെ ഈ ഇടുക്കി ജില്ലയിൽ പല ഭാഗത്തും നേരത്തെ വന്നിട്ടുള്ളത് ഈ നിരോധിക്കേണ്ട മരുന്നുകൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. 82, 83, 84 കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ ചില അടിയന്തരമായ ചില കാര്യങ്ങളുണ്ടായി. അത് സംസ്ഥാന പ്രസിഡന്റ് NK ശശിധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, കൗൺസിലർ R. ഹരി, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ, പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ, KM ബാബു, VV ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ K. വിജയകുമാറിന് സ്വീകരണവും നൽകി. നവംബർ 17 മുതൽ 23 വരെയാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. തൊടുപുഴയിൽ നിന്നും ആരംഭിച്ച ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് TUCI നേതൃത്വത്തിൽ തൊടുപുഴ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI-ML റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK ദിലീപ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. TUCI ജില്ലാ പ്രസിഡന്റ് ബാബു മഞ്ഞള്ളൂർ, ജില്ലാ സെക്രട്ടറി KA സദാശിവൻ, MB മനു തുടങ്ങിയവർ പ്രസംഗിച്ചു. മുൻപുണ്ടായിരുന്ന ഒരു ക്രമം തകർത്തുകൊണ്ട് ആഗോളവൽക്കരണ നയങ്ങൾ എന്നുള്ള ഓമന പേരിട്ടുകൊണ്ട് രാജ്യത്ത് സാമ്രാജ്യത്വ ശക്തി അടിയറ വെക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സ്വാശ്രയത്വവും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ശക്തിയും ഉത്പാദന മേഖലകളുമെല്ലാം തന്നെ സമ്പദുത്പാദന മേഖലകളുമെല്ലാം തന്നെ പൂർണ്ണമായും സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയറ വെക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കം ഏതാണ്ട് 2.5 പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യത്ത് അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ UPI എന്നോ NPI എന്നോ ഉള്ളൊരു വ്യത്യാസമില്ല.
കോൺഗ്രസ് എന്നോ BJP എന്നോ ഉള്ളൊരു വ്യത്യാസമില്ലാതെ തന്നെ അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുവരെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കിയിരുന്ന UPA ഗവൺമെന്റ് തോറ്റമ്പുകയും UPA ഗവൺമെന്റിന് കോൺഗ്രസിന് പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. തൽസ്ഥാനത്തേക്ക് BJP നേതൃത്വം കൊടുക്കുന്ന NDA BJP തന്നെ അധികാരത്തിലേക്ക് വരികയുണ്ടായി. നമുക്കറിയാം BJP അധികാരത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ മഹാഭൂരിപക്ഷത്തിന്റെ വോട്ട് മേടിച്ചുകൊണ്ടൊന്നുമല്ല ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് വരാനുള്ള ഒരു പാർലമെന്റിലെ അംഗസംഖ്യ സൃഷ്ടിച്ചെടുത്തത്. മുട്ടം ഷണ്ടാൾ ജ്യോതി പബ്ലിക് സ്കൂളിൽ 29 മുതൽ നടന്നുവരുന്ന ദേശീയ മിനി ബാസ്കറ്റ്ബോൾ കോച്ചിംഗ് ക്യാമ്പ് 19-ന് സമാപിക്കും. ജില്ലയുടെ ചരിത്രത്തിൽ 2ാം തവണയാണ് മിനി ബാസ്കറ്റ്ബോൾ ദേശീയ ടീമിന്റെ പരിശീലനം ഇടുക്കിയിൽ നടക്കുന്നത്. ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയും ഫിബ കമ്മീഷണറുമായ ഡോക്ടർ പ്രിൻസ് കെ മറ്റമാണ് മുഖ്യ പരിശീലകൻ. ഇടുക്കി ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന് ശരിക്കും ഒരു സുവർണ കാലമായിരുന്നു. കാരണം ചരിത്രത്തിൽ 2ാം തവണയാണ് ഇടുക്കി ജില്ലയിൽ ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള സംസ്ഥാന ക്യാമ്പ് വിരുന്നെത്തുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പ്രത്യേകിച്ചും ഈ ക്യാമ്പ് നടക്കുന്ന ഷണ്ടാൾ ജ്യോതി പബ്ലിക് സ്കൂൾ മുട്ടത്തിൽ നിന്നുള്ള 3 കളിക്കാർ ഈ 16-അംഗ ക്യാമ്പിലുണ്ട്. അതോടൊപ്പം ഈ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കോച്ചെന്ന നിലയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. പതിനേഴ് പേരടങ്ങുന്ന കോച്ചിംഗ് ക്യാമ്പിൽ ജില്ലയിൽ നിന്നും 3 പേരാണുള്ളത്. ഈ 3 പേർ ഷണ്ടാൾ ജ്യോതിയിലെ കുട്ടികളുമാണ്. ടീം അംഗങ്ങൾക്ക് സ്കൂളിലെ കുട്ടികൾ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ SABSന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അസീസി, ഡോക്ടർ പ്രിൻസ് കെ മറ്റം, ടീം ലോക്കൽ മാനേജർ ജോസ് മുന്തിരിങ്ങാട്ട്, ജോബിൻ ജോസ്, AS മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കുഞ്ഞുങ്ങളുടെ കായികമായ കഴിവുകൾ എത്രയധികം വർദ്ധിക്കുന്നു അതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സും ശാന്തമാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഇവിടെ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഈ വേദി അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ 12 കുഞ്ഞുങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഷണ്ടാൾ ജ്യോതിയെക്കുറിച്ച് ഒരു നല്ല ചിന്തയുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇടുക്കി ജില്ലയിലെ ഇടുക്കിയുടെ കുഞ്ഞുങ്ങളായിട്ട് ഏതാനും കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ഗാന്ധിജി സ്റ്റഡി സെന്റർ ഡിസംബർ 26 മുതൽ ജനുവരി 4 വരെ തൊടുപുഴയിൽ സംഘടിപ്പിക്കുന്ന കാർഷിക മേള 2015 നടത്തിപ്പിനായി 501 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. തൊടുപുഴയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത യോഗം സ്റ്റഡി സെന്റർ ചെയർമാനും മന്ത്രിയുമായ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേള ഇത്തവണ ഡിസംബർ 26 മുതൽ ജാനുവരി 4 വരെ വിമൻ കോളേജ് ഗ്രൗണ്ടിൽ നടത്തപ്പെടുകയാണ്. സെമിനാറുകൾ, വിള പ്രദർശനം, വിള മത്സരം, മറ്റ് വിഷയങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ പശു വളർത്തലിനെ സംബന്ധിച്ച് കന്നുകാലി പ്രദർശനം, മത്സരം തുടങ്ങിയിട്ടുള്ള നിരവധി പരിപാടികൾ, കാർഷിക മേളയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തപ്പെടുകയാണ്. ഇത്തവണ പുതിയ തീമെന്ന് ഞാൻ പറയുന്നില്ല, ഫാമിലി ഫാമിംഗ്. കാരണം ഇവിടെയുള്ളതെല്ലാം ചെറുകിട കർഷകരാണ്. ആ ചെറിയ പുരയിടങ്ങളിൽ എങ്ങനെ കൃഷി മുന്നോട്ട് നീക്കണം, അതിൻ്റെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത കൈവരുത്തത്തക്കവണ്ണമുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതാണ്. ഫാമിലി ഫാമിങ്ങിൽ നമുക്ക് ഒരു ചെറിയ കൃഷിയിടത്തിൽ വീടിന് ചുറ്റും കുറച്ച് സ്ഥലം. നഗരസഭാ ചെയർമാൻ AM ഹാരിദ് അധ്യക്ഷത വഹിച്ചു. മുൻ MP K ഫ്രാൻസിസ് ജോർജ്, മുൻ MLA PC ജോസഫ്, മുൻ MLA മാത്യു സ്റ്റീഫൻ, TJ ജോസഫ്, ഡോക്ടർ TM ജോസഫ്,
ജോസ് കോലടി, MC മാത്യു, ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര, DYSP KM സാബു മാത്യു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ്, KL ജോസഫ്, PP ജോയി, NI ബെന്നി, ആന്റണി കണ്ടിരിക്കൽ, MN ബാബു, വിനോദ് കണ്ണോളിൽ, പ്രൊഫസർ KJ കുര്യൻ, ഷാജി M മണക്കാട്, അഡ്വക്കേറ്റ് ജോസി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൊഫസർ MJ ജേക്കബ് ജനറൽ കൺവീനറും അഡ്വക്കേറ്റ് ജോസി ജേക്കബ് കൺവീനറായും 501 അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. പ്രൊഫസർ MJ ജേക്കബ് സ്വാഗതവും മത്തച്ചൻ പുരയ്ക്കൽ നന്ദിയും പറഞ്ഞു.